വില കുറയുമ്പോൾ വാങ്ങുക എന്നത് ഒരു പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. വില താൽക്കാലികമായി കുറയുമ്പോൾ ഒരു തിരിച്ചുവരവും സാധ്യതയുള്ള ലാഭവും പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റേഴ്സ് ആസ്തികൾ വാങ്ങുന്നു. കുറവുള്ള വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ് ഈ വിലയിടിവ് എന്ന് ഇൻവെസ്റ്റേഴ്സ് വിശ്വസിക്കുന്നു. അങ്ങനെ 50% ഡിസ്കൗണ്ടിൽ വാങ്ങാവുന്ന ഒരു നവരത്ന റെയിൽവേ സ്റ്റോക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇർകോൺ ഇന്റർനാഷണലിനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറുകളിൽ എക്സ്പെർട്ടൈസ് ആയ ഒരു ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷനാണ് ഇന്റർകോൺ ഇന്റർനാഷണൽ അഥവാ ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡ്. 1976 ഇന്ത്യൻ റെയിൽവേ ഈ പൊതുമേഖലാ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന നിലയിലാണ് ഇർകോൺ രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിലും വിദേശ രാജ്യത്തും റെയിൽവേ പ്രോജക്ടുകളുടെ നിർമ്മാണമായിരുന്നു ഇതിന്റെ പ്രാഥമിക ചാർട്ടർ. അതിനുശേഷം ഇർകോൺ മറ്റ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗങ്ങളിലേക്ക് വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതോടെ 1995 ഒക്ടോബറിൽ ഇന്ത്യൻ റെയിൽവേ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന പേരിലേക്ക് കമ്പനി മാറി. ആദ്യമായി നമുക്ക് കമ്പനിയുടെ ടെക്നിക്കൽ പെർഫോമൻസ് ഒന്ന് നോക്കാം. 1 ഇയർ -28.5%, 2 ഇയേഴ്സ് 203.29%. ഷെയർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ 65.17%, FII 4.08%, DII 1.72%, പബ്ലിക് 26.44%. ഇമ്പോർട്ടന്റ് റേഷ്യോസ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 883.29, ഏർണിംഗ് പെർ ഷെയർ 9.98, ഫിനാൻഷ്യൽ ROE 15.83. ഇർകോൺ ഇന്റർനാഷണൽ സ്റ്റോക്ക് അനാലിസിസിനെ പറ്റി പറയുമ്പോൾ നേപ്പാളിൽ ഒരു റെയിൽവേ പദ്ധതിക്കായി ക്രഷ്ഡ് ട്രാക്ക് ബാലസ്റ്റ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇർകോൺ ഇന്റർനാഷണൽ നിലവിൽ 158.89 കോടി രൂപയുടെ ആർബിട്രേഷൻ ക്ലെയിം വെല്ലുവിളി നേരിടുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും കമ്പനിക്ക് പ്രധാനപ്പെട്ട കരാറുകൾ നേടാൻ കഴിഞ്ഞു. ഇത് കമ്പനിയുടെ സ്റ്റോക്ക് പെർഫോമൻസ് മികച്ചതാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇർകോൺ ഇന്റർനാഷണലിന്റെ ഓഹരി വില 20.3% കുറഞ്ഞ് 210.4 നിന്ന് 167.6 ആയി കുറഞ്ഞു. എന്നിരുന്നാലും അടുത്തിടെയുണ്ടായ ഒരു ഇൻട്രാഡേ കുതിപ്പിൽ ഒരു പ്രധാന കരാർ പ്രഖ്യാപനത്തെ തുടർന്ന് ഓഹരി വില 9% ഉയർന്നിരുന്നു. ഇത് കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതകളിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കോൺഫിഡൻസ് ഉറപ്പിക്കാൻ കാരണമായി. Q3 ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞിടെ 140 രൂപയിൽ താഴെ വന്നിരുന്ന സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ അതിനുശേഷം ഒരു റിജക്ഷൻ നമ്മൾ കണ്ടു. ഏതാണ്ട് 160 മുകളിലേക്ക് സ്റ്റോക്ക് പ്രൈസ് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 200 മൂവിംഗ് ആവറേജിന്റെ ഏരിയയിൽ നിന്ന് നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇർകോൺ ഇന്റർനാഷണലിന്റെ ഓഹരി വില 20% മുകളിലാണ് കുറഞ്ഞത്. 210 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് വില ഏതാണ്ട് 140 രൂപയിലേക്ക് വരെ ഇടിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് ചെറിയ രീതിയിലുള്ള ഒരു ഇൻട്രാഡേ മൂവ്മെന്റ് കാണാൻ കഴിഞ്ഞു. ഏതാണ്ട് 160 മുകളിലേക്ക് സ്റ്റോക്ക് വീണ്ടും ഉയർന്നിരുന്നു. എന്നിരുന്നാലും അടുത്തിടെ ഉണ്ടായ ഒരു പ്രധാന ഇൻട്രാഡേ കുതിപ്പിൽ ഓഹരി 9% ഉയർന്നിരുന്നു. ഇത് കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതകളിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് ഉറപ്പിക്കാൻ കാരണമായി. Q3 ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ 2024 ഡിസംബറിൽ അവസാനിച്ച ക്വാർട്ടറിൽ ഇർകോൺ അറ്റാദായത്തിൽ 62.1% ഇടിവ് രേഖപ്പെടുത്തി. മുൻവർഷത്തെ 2076 മില്യണുമായി താരതമ്യം ചെയ്യുമ്പോൾ 788 മില്യണായി കുറഞ്ഞു. വരുമാനത്തിലും 10.8% ഇടിവ് രേഖപ്പെടുത്തി. 29,295 മില്യണിൽ നിന്ന് 26,129 മില്യണായി കുറഞ്ഞു. എങ്കിലും വാർഷികാടിസ്ഥാനത്തിൽ ഇർകോണിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെച്ചപ്പെട്ട നിലയിലാണ്. 2024 സാമ്പത്തിക വർഷത്തിന്റെ അറ്റാദായത്തിൽ 21.5% വർധനവാണ് ഉണ്ടായത്. മൊത്ത വരുമാനത്തിൽ ഇത് 18.9% വർധനവും രേഖപ്പെടുത്തി. ഇർകോൺ ഇന്റർനാഷണലിന്റെ ഓഹരി വില ഉയരാനുള്ള സാധ്യതകൾ എന്തുകൊണ്ടാണ്? ന്യൂ ഷില്ലോങ് സിറ്റിയിൽ പുതിയ സെക്രട്ടേറിയറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിനായി ഇർകോണിന് 1096 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു. ഇർകോണിന്റെ ഓഹരി കുതിപ്പിന് പ്രധാന കാരണം ഈ ഒരു കരാർ തന്നെയായിരുന്നു. ബദ്രറായ് കമ്പനിയുമായി ജോയിന്റ് വെഞ്ചറിൽ ഏറ്റെടുത്ത ഈ ഒരു പ്രൊജക്ട് 36 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇർകോണിന് 26% ഓഹരിയുണ്ട് ഈ ഒരു പ്രോജക്ട്. ഈ ഓർഡർ വിജയം ഇൻവെസ്റ്റേഴ്സിന്റെ പോസിറ്റീവ് വികാരം വർദ്ധിപ്പിക്കുകയും ഓഹരി വിലയിലെ സമീപകാല കുതിച്ചു ചാട്ടത്തിന് കാരണമാവുകയും ചെയ്തു. കൂടാതെ റെയിൽവേ ഓഹരികളെല്ലാം നിലവിൽ ഉയർച്ചയുടെ പാതയിലാണ്. IRCTC
റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡ് RITS, റെയിൽടെൽ തുടങ്ങിയ മിക്ക റെയിൽവേ പൊതുമേഖലാ സ്ഥാപനങ്ങളും ശക്തമായ വരുമാന വളർച്ച കാരണം പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. ഓർഡർ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കൈവശം 21,939 കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത്. ഇതിൽ 53% കോമ്പറ്റേറ്റീവ് ബിഡിങ്ങിലൂടെയും ബാക്കി 47% നോമിനേഷനുകളിലൂടെയും ലഭിച്ചവയാണ്. ആകെ ഓർഡറുകളിൽ 90% ആഭ്യന്തര തലത്തിലുള്ളവയാണ്. ബാക്കി 10% ഇന്റർനാഷണൽ പ്രോജക്ടുകളാണ്. കമ്പനിയുടെ കൈവശമുള്ള നിലവിലെ ഓർഡർ ബുക്ക് മാർക്കറ്റ് ക്യാപ്പിനേക്കാൾ കൂടുതലാണ്. അരപ്പതിറ്റാണ്ടിലേറെയായി ഇർകോൺ ഇന്റർനാഷണലിന് ആനുവലി 10% വരുമാനം നേടാൻ കഴിഞ്ഞിരുന്നു. ഇതേ കാലയളവിൽ പ്രതിവർഷം 34% എന്ന ഓഹരിയുടെ വളർച്ചയേക്കാൾ മന്ദഗതിയിലാണ് EPS വളർച്ച. എന്നിരുന്നാലും വിപണി പങ്കാളികൾ കമ്പനിയെ ഉയർന്ന നിലയിൽ നിലനിർത്തുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വരുമാന വളർച്ചയുടെ 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ അത് സംശയിക്കാനില്ല. ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് ഒരു 200 മൂവിംഗ് ആവറേജിന്റെ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഉള്ളത്. അത് ഏതാണ്ട് ഒരു 130 റേഞ്ചിൽ ഏതാണ്ട് ഒരു 200 മൂവിംഗ് ആവറേജിന്റെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. 50, 100, 200 മൂവിംഗ് ആവറേജുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻട്രി പോയിന്റ് ഈ ഒരു ഏരിയയിൽ ലഭിക്കും എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഓഹരി വിലയിലെ തിരുത്തലുകളും ലാഭത്തിലെ ഇടിവും മൂലം ഇർകോൺ ഒരു വെല്ലുവിളി നിറഞ്ഞ വർഷമാണ് നേരിട്ടത്. എന്നിരുന്നാലും കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കും സർക്കാർ പിന്തുണയുള്ള പദ്ധതികളും തിരിച്ചുവരവിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. അടുത്തിടെ ലഭിച്ച 1096 കോടി രൂപയുടെ കരാർ വിജയം വരാനിരിക്കുന്ന വളർച്ചാ അവസരങ്ങളെ സൂചിപ്പിക്കുന്നു. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഓർഡർ ഏറ്റെടുക്കലുകളും സാമ്പത്തിക പ്രകടനവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.